വെൽക്കം ടു വട്ടമേശ പോഡ്കാസ്റ്റ്. SSLC പരീക്ഷയിൽ 20% ക്വസ്റ്റ്യൻസുകൾ കടുക്കും എന്നാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, അല്ലെ രേഷ്മ? അതെ, അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. കാരണം എസ്പെഷ്യലി ഈക്വൽ, അതായത് 2025 എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം മാറി. 10ാം ക്ലാസ്സിന്റെ പുസ്തകം മാറി. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മാറിയത് ഓഡ് നമ്പേഴ്സ് ആയിരുന്നു, മനസ്സിലായോ? അപ്പൊ 1ാം ക്ലാസ് മാറി, 3ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറി, 5ാം ക്ലാസ്സിന്റെ മാറി. ഓക്കെ, ഇക്കൊല്ലം അതായത് ഞാൻ പറഞ്ഞത് 2025 ബുക്സ് മാറിയത് ഈവൻ നമ്പേഴ്സിന്റെയാണ്. 2, 4, 6, 8, 10. അപ്പൊ ഓഡ് നമ്പറിലുള്ള പിള്ളേരാ പെട്ടത്. കാരണം അവർക്ക് ഓഡ് നമ്പറിലും മാറി, ഈവൻ നമ്പറിലും മാറി. അപ്പൊ ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ്സില് കരിക്കുലം ഡിഫറെന്റ് ആണ്. അവരുടെ ബുക്ക് മാറി, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. മാത്രമല്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്നൊരു കുട്ടികൾക്ക് പറ്റില്ല. അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ചുരുക്കം പിള്ളേർക്ക് മാത്രമാണ് A+ കിട്ടുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എല്ലാ കുട്ടികൾക്കും A+, എഴുതാത്ത പിള്ളേർക്ക് A+ കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു, അതെന്താണ് മാജിക്, എങ്ങനെയാണ് ഇവർക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ള കാര്യം. പിന്നെ അത് വെച്ചൊരു കമ്പാരിസൺ, ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഇനി പാരന്റ്സിനായിരിക്കും ബുദ്ധിമുട്ട്. കാരണം എന്റെ കുട്ടിക്ക് ഫുൾ A+ വേണം എന്നുള്ളൊരു തോട്ട്, അത് പാരന്റ്സിന്റെ മാറിയാലാണ് കുട്ടികളിലേക്കുള്ള പ്രഷർ കുറയുള്ളൂ. സത്യത്തിൽ അങ്ങനെയല്ലേ? അതായത് കുട്ടികൾക്കും പാരന്റ്സും അതൊരു ഒരു എന്താ പറയാ റേഷ്യോ പോലെയാ. ഇപ്പൊ പാരന്റ്സ് പറയണം എന്റെ മക്കൾക്ക് ഫുൾ A+ വേണം, പക്ഷെ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് സ്ട്രെസ് കൂടുക. അപ്പൊ ഞാന് ഈ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യണോ, ആ കാര്യങ്ങളൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പറയാം. അതായത് നമ്മുടെ പുതിയ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറി. ഇന്നത്തെ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഡിഫിക്കൽട്ട് ആണോ അല്ലയോ എന്ന് മെഹറു പറ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. ഇത് ഏത് ക്ലാസ്സിലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് എന്താ പറയാ ഊഹിക്കും ഇത് ഏത് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റും റീസൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒന്നും ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കില്ല. അതാണ് ഒറ്റയ്ക്ക് വായിക്കണം കേട്ടോ. ഞാൻ ഇത് അവരുടെ കയ്യിലേക്ക് തന്നേനാ, പിന്നെ രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The wires on the electric cord for distributing electricity get sagged in summer. Reason: during the hot season, as more heat energy is obtained, the electric line expands. So, ഞാൻ സ്റ്റേറ്റ്മെന്റ് തന്നു, റീസൺ തന്നു. ഇനി ഓപ്ഷൻസ്. A, the statement and the reason are true and the reason is the correct explanation for the statement. ഇനി B, the statement and reason are true but the reason is not the correct explanation for the statement. C, the statement is true but the reason is false. D, both the statement and reason are false. Which is the right option? എനിക്കറിയില്ല. ഇതെങ്ങനെ? ഇത് ഏത് ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ? മേ ബി 10th ആയിരിക്കാം. 7ാം ക്ലാസ്. 7ാം ക്ലാസ്സാ? പിള്ളേരെങ്ങനെ ആൻസർ ചെയ്യും? അതിൽ ഞാനും ചോദിക്കുന്നത്, പിള്ളേർ ഇതിനെങ്ങനെ ആൻസർ ചെയ്യും? കേട്ടിട്ടുണ്ട് തലവേദന സത്യം. അതായത് കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റും റീസണും കൊടുക്കും, കാര്യവും കാരണവും. ഓക്കെ, അതായത് സമ്മറിൽ വയസ്സ് എക്സ്പാൻഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംഭവം. പക്ഷെ അതിന്റെ ഓപ്ഷൻസ് പിള്ളേരെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അതായത് the statement is true but the explanation for the statement is false. The statement is false but the explanation for the statement is true. ഇതിന് പറ്റിയൊരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അതേപോലെ ശരിക്കും ആ കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്. കുട്ടികളെങ്ങനെ ആൻസർ ചെയ്യൂതിന്? അതായത് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ ഇന്നേവരെ ഈ സ്റ്റേറ്റ്മെന്റും റീസണും എന്താണെന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് കരിക്കുലത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതായത് പഠിപ്പിക്കുന്നത് 2025 പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് സ്റ്റേറ്റ്മെന്റ് റീസൺ എന്താണെന്ന് അറിയുന്നത്. ചില സ്കൂളുകളിലൊക്കെ ഇവർക്ക് ഓൾറെഡി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്കൂളുകൾ എനിക്കറിയാം. പക്ഷെ
അങ്ങനത്തെ എല്ലാ സ്കൂളുകളുണ്ട്. ആദ്യമായിട്ട് കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നമ്മളൊരു വാക്ക് പറയില്ലേ, ഈ ബ്ലിങ്കസ്യ അടിച്ചിരുന്ന കുട്ടികൾ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റീസൺ എന്താണ്, ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര കഷ്ടം തന്നെയാണ്. കാരണം മുമ്പൊക്കെ നമ്മൾ പറയും നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്ത് പരീക്ഷ ജയിച്ച പിള്ളേരാണ് 90s കിഡ്സ്. ഇനി പറ്റില്ല. കാരണം നമ്മൾ അതിൽ നിന്ന് തന്നെ ആൻസർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അരമാർക്ക് 1 മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ നമ്മള് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗ്രേഡ് കൂട്ടിയിട്ട് കാര്യമില്ല. അത് ക്ലാസ് റൂമില് മാറ്റാൻ പറ്റണം. ഓക്കെ, മനസ്സിലായോ? ക്ലാസ് റൂമില് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ് പെടാപ്പാട് വിടുക. കാരണം അവർക്ക് എന്തോരം ആക്ടിവിറ്റീസാ ചെയ്യാനുള്ളത്. ശാസ്ത്രമേള ആനുവൽ ഡേ ആയിക്കോട്ടെ, യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, പല എന്തോരം പരിപാടികളുള്ളത്. പഠനോത്സവം, ഒരു മന്തി തന്നെ ഒരു ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവർ പോർഷൻസ് തീർക്കാൻ പോകും. ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ സമയം ഉണ്ടാവണമെന്നില്ല. ചില സ്കൂളുകളിൽ ചിലപ്പോൾ അധികം പിള്ളേരില്ലാത്ത സ്കൂളുണ്ടാവും, അവർക്ക് ഈസി ആയിരിക്കാം. പക്ഷെ ഒരു സ്കൂളിലൊക്കെ ഇപ്പോ നമുക്കറിയാം, ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെ 60, 70, 50 റേഞ്ചിലാണ് കുട്ടികളുള്ളത്. അവർക്ക് എല്ലാവർക്കും നമുക്ക് ക്ലാസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കണം. ഇന്നത്തെ ഒരു സമയം നമുക്ക് സമയം വേണം. സമയം എടുത്ത് കുട്ടികളിലേക്ക് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. പറ്റണം. അതിന് ആദ്യം ടീച്ചേഴ്സിനെ പഠിപ്പിക്കണ്ടേ? ടീച്ചേഴ്സിനെ പഠിപ്പിക്കണം. BEd എടുത്തോ, BEd സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഇപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഒരു ടീച്ചർ ആവണതിന് മുമ്പ് എടുക്കേണ്ട ഒരു കാര്യമാണ് BEd എന്ന് പറയുന്നത്. ഞാൻ BEd പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ കൊറോണ ബാച്ച് ആയതുകൊണ്ട് മാത്രം എന്താ പറയാ, സോഷ്യൽ മീഡിയ എന്താണെന്നും അതിൽ എഡിറ്റ് ചെയ്യാനും അതിലെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലാതെ ഇന്നും ചാർട്ടും ഓപ്പണിംഗ് ചാർട്ട് പിന്നെ പലതരത്തിലൊരു ചാർട്ട്സ് ഉണ്ട്, അതിനൊക്കെ ഇന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു BEd കരിക്കുലമാണ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം അത് മാറ്റണം. എന്നാൽ മാത്രമേ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഇപ്പോ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്, ട്യൂഷന് പോകാൻ പറ്റാത്ത കുട്ടികൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മനസ്സിലാക്കും? ഇനി 20% ടഫറാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു, അവരെങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും? അപ്പോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഒബ്വിയസ്ലി അവർക്ക് മാർക്ക് കുറയും. മാർക്ക് കുറയുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് പാരന്റ്സിന്റെ പ്രഷർ, പാരന്റ്സിന്റെ ഒരു മാനക്കേട്. എന്റെ കുട്ടിക്ക് ഇത്ര A+ കിട്ടിയില്ല, ആ കുട്ടിക്ക് മറ്റേ കുട്ടിക്ക് A+ കിട്ടി, ഇനി ഞാനെങ്ങനെ മറ്റുള്ളവരോട് പറയും? അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളല്ലേ കൂടുതൽ പ്രഷറൈസ് ആവുന്നത്. അത് ആദ്യം തന്നെ ബേസിക്കലി ടീച്ചേഴ്സ് കുട്ടികൾ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിൽ വരുന്ന നന്നായിട്ട് പഠിച്ചിരുന്ന കൊച്ചാണ് പ്രാവശ്യം മാർക്ക് കുറഞ്ഞു പോയി, അറിയില്ല എന്ത് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടികൾ, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബേസിക്കലി അവരുടെ കരിക്കുലം മാറി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. അത് പെട്ടെന്ന് കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പറ്റും, പതിയെ പറ്റും. പക്ഷെ അതിനുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പാരന്റ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് കൊടുക്കുക, അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു, അപ്പൊ മനസ്സിലായി. പക്ഷെ ഇത് മുതലെടുക്കുന്ന കുട്ടികളുണ്ട്, മനസ്സിലായി. പഠിക്കാതെ ഡിഫിക്കൽട്ട് ആയിരുന്നു ക്ലാസ്സിൽ. എന്റെ കുട്ടികള് കുറച്ച് പിള്ളേര് പറയും അത് നമ്മളെല്ലാരും പറയുന്നൊരു കാര്യം. അത് മാത്രമല്ല പറയണത്, ഇങ്ങനെ വന്നിട്ട് എന്റെ 10ാം ക്ലാസ്സിലെ പിള്ളേർ പറയും, 30 പിള്ളേരില് ആകെ 4 പിള്ളേരെ ഫുൾ പാസ് ആയുള്ളൂ, പിന്നെ ഞങ്ങൾ പാസ്സായില്ലേ എന്ന് പറയും. അപ്പോ പക്ഷെ എഫേർട്ട് എടുക്കാത്ത പിള്ളേരുണ്ട്. അങ്ങനെ എല്ലാവരും അടച്ചാൽ ശരിക്കും എഫേർട്ട് എടുക്കാത്ത പിള്ളേരും ഉണ്ട്. അപ്പൊ പെട്ടെന്നൊരു ചേഞ്ച് അല്ലായിരുന്നു വേണ്ടിരുന്നത്. പതിയെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റീസൺ എന്താണെന്നൊക്കെ ആദ്യമേ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സിലും നോട്ട് ബുക്കിലും ഉൾപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ. ആദ്യമേ കൊണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ഇത്ര പിള്ളേർ. പലപ്പോഴും ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് എക്സാം ഹാളിൽ ഞാൻ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ കഴിവെന്താണ്, അവർക്ക് വായിക്കാൻ പറ്റുമോ, അവർക്ക് എഴുതാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷ. പക്ഷെ അവരെ ടെസ്റ്റ് ചെയ്ത് ഞാൻ വലിയവനാണോ ഞാൻ ചെറിയവനാണോ എന്ന് കാണിക്കുന്നതല്ല പരീക്ഷ. അവന്റെ കഴിവെത്ര, ഇനി എത്രത്തോളം അവൻ മെച്ചപ്പെടാനുണ്ട് എന്ന് അവനിക്കും ടീച്ചേഴ്സിനും മനസ്സിലാക്കാനുള്ളതാണ് പരീക്ഷ.
അതിനുശേഷം ഞാൻ അധികം അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ എന്നാലും ചെറിയ പിള്ളേർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 10ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് ഹൈസ്കൂൾ തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സിലാണ് കാണാറ്. രാമുവിനെ നമുക്ക് മറക്കാൻ പറ്റൂല. രാമു നടന്ന നടത്തം ഒരിക്കലും മറക്കാൻ പറ്റൂല. ശരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഇപ്പോഴും എനിക്ക് ചോദിച്ചറിയില്ല. എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ 5 മാർക്ക് ആയാലും ഞാൻ അങ്ങോട്ട് ഇട്ടേക്കും. 5 മാർക്കല്ലേ നമുക്ക് പിന്നെ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ഞാൻ എഴുതി പിടിച്ചോളാം എന്നുള്ള മൈൻഡായിരിക്കും. പക്ഷെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കേട്ടപ്പോ മുതലേ എന്റെ മൈൻഡിൽ അത് കിടക്കാണ്. എനിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് 100% വിജയം എന്നുള്ളൊരു ബാരിയർ എല്ലാ സ്കൂൾസിനും ഉണ്ട്. ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്കൂൾസും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കുട്ടി എഴുതിയാൽ ജയിക്കില്ല എന്നുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവൻ എഴുതിയാൽ ജയിക്കില്ല, ഇവനെ കാരണം അല്ലെങ്കിൽ ഇവളെ കാരണം നമ്മൾക്ക് ആ ഒരു 100% പോകും. അതുകൊണ്ടിട്ട് പാരൻസിനെ കണ്ട് കൺവിൻസ് ചെയ്ത് IID സർട്ടിഫിക്കറ്റ് വാങ്ങി സ്ക്രൈബിനെ വെച്ചിട്ട് എക്സാം എഴുതിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇനി 20% ക്വസ്റ്റ്യൻസ് ടഫ് ആകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് സാധ്യമാകും. പ്രോസസ്സിന്റെ എണ്ണം ചിലപ്പോൾ കൂടിയാണ്. അതായത് ഇപ്പൊ ഒരു സ്കൂളിൽ നിന്ന് 1-2 കുട്ടികൾക്കായിരിക്കും സ്ക്രൈബ് ഉണ്ടാവും, ഒരു കുട്ടിക്കായിരിക്കും. ഇനി ഈ ഒരു എണ്ണം കണ്ടിട്ടും പിള്ളേരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് സ്ക്രൈബിന്റെ എണ്ണം കൂടുമോ അതോ എന്തായാലും തോൽവി ഉണ്ടാവില്ല എന്നാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മിനിമം 30% മാർക്ക് പാസ്സാവും. അപ്പോ A+ന്റെ എണ്ണം കുറയും, 30% മാർക്ക് മതി എന്നുള്ളത് കൊണ്ട് പിള്ളേര് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഒരു 30% പാസ്സാവാനുള്ള മാർക്ക്, 50% ആവറേജ് രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, 20% ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഒരു കാറ്റഗറി തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നേരത്തെ ഒരു സ്കൂളില് ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 60 പിള്ളേർക്ക് A+ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ നമുക്കൊരു ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ എണ്ണം കുറവാണ്. അപ്പോ എല്ലാ A+ കിട്ടിയ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്റെ മോൾക്ക് 10 A+ ഉണ്ടായിട്ടും എന്റെ മോൾക്ക് ആദ്യത്തെ കിട്ടിയില്ല, അതെനിക്ക് പരിപാടിയാണ് കാണിക്കുന്നേ പറഞ്ഞ പ്രശ്നം. അപ്പൊ ഈ ഒരു പ്രശ്നം പറയും. പിന്നെ ഇപ്പോ ഒരു സ്കൂളുണ്ട്, പേര് കേട്ടൊരു സ്കൂളിലേക്ക്. ആ സ്കൂളില് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ആ സ്കൂളിൽ A+ കിട്ടിയ പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ. +1 കാര്യം. ഓക്കെ, ഇനി ഒരു പ്രൈവറ്റ് സ്കൂൾ എടുത്ത് നോക്ക്, ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത പിള്ളേരായിരിക്കും ഉണ്ടാവുക. വേറൊരു സ്കൂൾ എടുത്ത് നോക്ക്, ഒരു ആവറേജ് കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. വേറൊരു സ്കൂള്, അത് സ്കൂളുകളുടെ പേരൊന്നും പറയുന്നില്ല, പല സ്കൂളുകളുടെ പേര് പലരുടെയും മനസ്സിലൂടെ പോകും. ഇപ്പൊ എനിക്കും അറിയാം പല സ്കൂളിന്റെ പേര്, പക്ഷെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പൊ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ ആവറേജ് ഉണ്ടാവും, മിഡിലും ഉണ്ടാവും, എന്താ പറയാ നല്ല മാർക്കുള്ളവരുണ്ടാവും. അപ്പൊ ഈ പല കാറ്റഗറി ഉണ്ടാവും. അപ്പൊ ഒരു സ്കൂളില് +1 +2 ബ്രില്യൻ സ്റ്റുഡൻസ് മാത്രം. അപ്പോ എനിക്ക് സംബന്ധിച്ച് ചിലപ്പോ ഈ SC ST OBC കാറ്റഗറിയിലെ കുട്ടികൾക്കൊക്കെ കിട്ടാം, അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി സീറ്റിൽ കിട്ടാം, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. പക്ഷേ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് വെച്ചാൽ എനിക്ക് 2 A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ല മാർക്കുള്ളതുകൊണ്ട് തന്നെ അവര് നമ്മുടെ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളിലാണ് കൊടുത്തത്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഈ ഫോം ഇപ്പോഴത്തെ പോലെയല്ല, ഫോം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾ ഏത് സ്കൂളാണ് കൊടുത്തേക്കുന്നത്? ഞാൻ ഇന്ന സ്കൂളാണ് കൊടുത്തേക്കുന്നത്. മോൾക്ക് എത്ര A+ ഉണ്ട്? എനിക്ക് 2 A+ ഉണ്ട്. ഓ, എന്തായാലും ആ സ്കൂളിൽ കിട്ടാൻ വേണ്ടിയൊന്നുമില്ല, ഞാൻ ഫോം കൊടുക്കാൻ പോയ സ്കൂളിൽ തന്നെ കിട്ടി, എനിക്ക് ട്യൂഷൻ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്യണം. എല്ലാ കാറ്റഗറിയിലും കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണം. ഇനി നെഹ്റു നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് എതിർപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ പിള്ളേർക്കും പോകേണ്ട കാര്യമില്ല. ഈ ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അസിസ്റ്റൻസ് ആണ്. അസിസ്റ്റൻസ് കിട്ടുന്നു എന്നുള്ള പിള്ളേർക്ക് മാത്രം പോയാൽ മതി. മനസ്സിലായി? മതി. ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ മുമ്പിൽ വരുന്ന കുട്ടികളെല്ലാവരും ഒട്ടുമിക്കതും എനിക്ക് 95% ബിലോ ആവറേജ് സ്റ്റുഡൻസോ ADHD ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠന വൈകല്യമോ ഉള്ള പിള്ളേരാണ്. എനിക്ക് ഭയങ്കര ഐക്യമുള്ള പിള്ളേരൊന്നും ഇല്ല. അപ്പോ അതെനിക്ക് ഇഷ്ടമാണ്. കാരണം എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എന്തെങ്കിലും നല്ല മാർക്കുള്ള പിള്ളേരെ കാണുമ്പോൾ ഇവർക്ക് ട്യൂഷൻ വേണമെന്നൊന്നുമില്ല, എന്ത് സജസ്റ്റ് ചെയ്യാനും
പറ്റും. അപ്പൊ അതുകൊണ്ട് കേട്ടോ ട്യൂഷൻ എല്ലാവർക്കും വേണമെന്നൊന്നും ഇല്ല. സ്കൂളാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. ഇന്നത്തെ കുട്ടികൾക്ക് ട്യൂഷനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്, സ്കൂൾ ഇസ് സെക്കൻഡറി. ഞാൻ എന്റെ കുട്ടികളുടെ പറയുന്ന കാര്യം, മക്കളെ സ്കൂളാണ് പ്രൈമറി. അവിടുത്തെ ടീച്ചേഴ്സിന് കിട്ടിയിരിക്കുന്ന പോലത്തെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, ട്യൂഷന് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ട്യൂഷൻ സെക്കൻഡറി ആണ്. നിങ്ങളുടെ പ്രൈമറി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് മിനി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്കൂളാണ്. ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ സ്കൂൾ എന്നാ ഞാൻ പറയാറുള്ളത്. അപ്പൊ സ്കൂളിൽ മാറ്റം ആദ്യം വരണം. നമ്മൾ പറയുകയാണ് സ്കൂളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ സ്കൂളിലേക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാറും. അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വരുത്തി കഴിഞ്ഞ് പിള്ളേരുടെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റം നമ്മുടെ എന്താ പറയാ കരിക്കുലത്തിലും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡിലൊക്കെ നമുക്ക് മാറ്റം വേണമെന്ന് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു മാറ്റമല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ആരുദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനൊരു സർവേയോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും. ഇപ്പോ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, എന്തിന്റെ ആയിക്കോട്ടെ, സോഷ്യൽ, ഇക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, എന്തും ആയിക്കോട്ടെ, ഒരു സർവേ കൊണ്ടുവരും അല്ലെ. നമുക്ക് വേണ്ടത് സെൻസസ് എടുക്കാൻ നമുക്ക് ഈ കാര്യത്തിൽ പറ്റത്തില്ല. അപ്പൊ ഒരു സാമ്പിൾ എടുക്കുക. സാമ്പിൾ എടുത്തിട്ട് ഇത് കുട്ടികളിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരാം, എല്ലാ കാറ്റഗറി ഓഫ് കുട്ടികളെ എടുക്കുക, അതായത് ഐക്യൂടെ ബലത്തിൽ അല്ലെങ്കിൽ സ്കൂളിലെ പ്രോഗ്രസിന്റെ ബലത്തിലോ ഒരു സർവേ നടത്തുക, സാമ്പിൾ എടുക്കാനുണ്ട്. ഞാൻ പറയുന്നത് സെൻസസ് എടുക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. എന്നിട്ട് ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കിയിട്ട് ഈ പദ്ധതി നടത്തണം വേണ്ടിയെന്ന് തീരുമാനിച്ചാൽ പോരെയോ. നമ്മൾ തന്നെ ഇങ്ങനെയൊന്ന് ചർച്ച ചെയ്യുക, നമ്മൾ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് സർവേ നടത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോ ഇന്നിപ്പോ ഈ ഒരു വാർത്ത വന്നത് പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. സർവേ നടത്തി, ഈ സർവേ സക്സസ്ഫുൾ ആണ്, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന മികവ് കൂടും എന്ന് കുട്ടികളിൽ സർവേ നടത്തി എന്നുള്ള വാർത്ത കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സർവേ നടത്തി കുട്ടികളിൽ പഠന മികവ് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അതെ, 100% ലിറ്ററസി എന്ന് പറയും, പക്ഷെ 0% പ്രാക്ടിക്കലി നോളജ് ആ പിള്ളേർക്കുള്ളത്. അതെ. അപ്പൊ കൂടുതൽ എന്താ പറയാ ഇതുപോലത്തെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസസ് ഒക്കെ ടീച്ചേഴ്സിന് ആദ്യം കൊടുക്കുക, എന്നിട്ട് കുട്ടികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈ എന്താ പറയാ പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സർവൈവൽ തിങ്സ് കുട്ടികളിലേക്ക് ഈ കരിക്കുലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതെ, ഇപ്പൊ ഒരു കാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ആ കുട്ടികള് 40 ദിവസത്തോളം കാട്ടില് സർവേ ചെയ്തു. നമ്മളൊരു സർവേ ചെയ്യില്ല, നമുക്കൊരു ടെക്നിക്സും അറിയത്തില്ല. അപ്പൊ ഇത് ഞാൻ വലിയൊരു കാര്യമല്ല, സിമ്പിൾ ടെക്നിക്സ് ആണ് പറയുന്നത്. വീട്ടിലൊറ്റക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളോട് അറിയാത്ത ഒരാള് വന്ന് മിണ്ടിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനോട് ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുഞ്ഞു മക്കളെ ഇങ്ങനെ ലോക്കും കീയും ഓപ്പൺ ചെയ്യേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. പക്ഷെ ഭയങ്കര ഫീസാണ്. അത് മെജോറിറ്റി പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. ബേസിക് തിങ്സ് ആണ്. നമുക്ക് മുമ്പ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡ് മാത്സ് കയറി വരും, അല്ലെങ്കിൽ പോർഷൻസ് തീർക്കാനുള്ള മിസ് കയറി വരും. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പീരീഡിൽ പലപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നിട്ടുള്ള പീരീഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും, വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ പോർഷൻസ് നമ്മളിപ്പോ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് വേണ്ടാത്ത കുറെ കണ്ടന്റ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് വേണ്ടത് അത് ഇൻക്ലൂഡ് ചെയ്യുക, കൊണ്ടുവരട്ടെ. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററീസ് നമ്മൾ പഠിക്കണം, വേണ്ടെന്നല്ല. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ആ ഒരു മെന്റാലിറ്റി അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. എന്താണ് ഇന്ന വർഷം നടന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നു, അത് നോക്കുന്നു, ഇന്ന വർഷം ഇത് നടന്നു, അവർക്ക് ആ നോളജ് കിട്ടി. ഇനി അത് ടെക്സ്റ്റ് ബുക്കിൽ അടിച്ചു വന്ന് നമ്മൾ കാണാപ്പാടം പഠിച്ച് 5 മാർക്കിന്റെ എസ്സേ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരം പോർഷൻസ് മാറ്റിയിട്ട് ഇതുപോലത്തുള്ള സർവൈവൽ തിങ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം, ഡേറ്റ്സ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, ഇത്രയും സന്തോഷത്തോടെ നമ്മൾ നിൽക്കുന്നതിന് കാരണം പാസ്റ്റ്. ആ ഹിസ്റ്ററി മനസ്സിലാക്കണം. കാണാപ്പാടം പഠിച്ച ഡേറ്റും ഒക്കെ
മനസ്സിലാക്കിയാൽ മതിയാവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മലബാർ റിബല്യൻ ഞാൻ പിള്ളേരെ പഠിച്ചത് മമ്മൂട്ടിയുടെ സിനിമ 1921 കാണിപ്പിച്ചിട്ടാണ്. പക്ഷെ എത്ര സ്കൂളിൽ കാണിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും BEd മാറണം, സ്കൂളിലെ സിസ്റ്റം മാറണം, പരീക്ഷണ വസ്തുക്കളാക്കരുത് പിള്ളേരെ. എന്താ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സാം മോഡൽ തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ചൂടിലടങ്ങിയ കുട്ടികൾ ഉണ്ടാവും. മോഡൽ വന്നു, ടെൻഷൻസ് മാക്സിമം കുറക്കുക. പാരന്റ്സ് ആദ്യം മനസ്സിലാക്കാല്ലേ രേഷ്? പാരന്റ്സ് ആദ്യം മനസ്സിലാക്കി ഇനി ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന് പാരന്റ്സ് മനസ്സിലാക്കുക, കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. പിന്നെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയുമോ. 3L 3 ലാംഗ്വേജ് അത് പിള്ളേരിൽ പക്കയാണോ എന്ന് ഉറപ്പ് വരുത്തണം. എത്ര മാർക്ക് എൻ്റെ മുറിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റും പിള്ളേർക്ക്, എന്നെ ഒറ്റയ്ക്ക് എഴുതാനേ ഉള്ളൂ ആക്ച്വലി. പക്ഷെ അതിന് ഈ 3L 3 ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിരിക്കണം. എത്ര പിള്ളേർക്ക് നമുക്കിപ്പോൾ പറയാം മൈനോറിറ്റി അല്ല മെജോറിറ്റി കുട്ടികൾക്കാണ് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്തത്. അപ്പൊ അതൊന്നും എന്തായാലും ബേസ് കൃത്യമായിരിക്കുക. ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ബ്രദറിന്റെ കൊച്ച് LKG-യിലാണ് പഠിക്കുന്നത്. ഇപ്പോഴേ ഹിന്ദിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ബേസ് ആണത്. നമ്മൾ പഠിച്ചപ്പോൾ ഹിന്ദി 5ാം ക്ലാസ് മുതലാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മുതലേ പിള്ളേര് അക്ഷരങ്ങളും കാര്യങ്ങളും പഠിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ഓരോ കുട്ടികളുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. മനസ്സിലായ? ഇപ്പൊ മെഹറുടെ ഐക്യമായിരിക്കും എന്റെ ഐക്യം. എനിക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിഷ്ടം. അപ്പൊ ആ വേയില് നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാ പിള്ളേർക്കും ഓരോരോ കഴിവുകളാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം ആക്ച്വലി. അപ്പോ പാരന്റ്സും ടീച്ചേഴ്സും ഒപ്പത്തിനൊപ്പം നിൽക്കണം. ടീച്ചേഴ്സിന്റെ കൂടെ പാരന്റ്സ് നിൽക്കണം, പാരന്റ്സിന്റെ കൂടെ ടീച്ചേഴ്സും നിൽക്കണം. ഒരു മ്യൂച്വൽ വേണം. എന്നാലേ നടക്കത്തുള്ളൂ. പാരന്റ്സ് ബ്ലെയിം ടീച്ചേഴ്സിനെ ചെയ്യാന്ന് ടീച്ചേഴ്സിനെ കയ്യിൽ കൊണ്ടിട്ട് ചെയ്യാതിരിക്കാൻ വയ്യ. പക്ഷെ നല്ല എഫേർട്ട് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ മുമ്പിൽ പോയിട്ട് ബ്ലെയിം ചെയ്യാതിരിക്കുക, അതുപോലെ തിരിച്ചും ബ്ലെയിം ചെയ്യാതിരിക്കുക. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. കാരണം അവരാണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവരെ വാർത്തെടുക്കുക. അത് എന്തായാലും ഇപ്പോ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഈസി ആയിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ, കുട്ടികളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക അല്ലേ? കുട്ടി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ഇപ്പൊ രേഷ്മ പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. പക്ഷെ ഓരോ കുട്ടിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അതാണ് ഇപ്പൊ ഇന്റലിജൻസ് എത്ര അളക്കാം, അല്ലെങ്കിൽ ഇവനേക്കാളും ബെറ്ററാണ് അവനേക്കാളും ബെറ്ററാണ് ഇവൻ എന്ന് നോക്കാനല്ലല്ലോ നമ്മൾ എക്സാം എടുക്കുന്നത്. എന്റെ കഴിവുകൾ എന്താണെന്നും എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാക്കാനും എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് എക്സാം എന്ന് പറയുന്നത്. അതൊരു പരീക്ഷയാണ്, പരീക്ഷണമല്ല. പിന്നെ എനിക്കൊരു കാര്യം, എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ദൈവത്തെ ഓർത്ത് കോപ്പി അടിക്കരുത്. അത് ഞാൻ നീ പറയില്ല? ഇല്ല, അത് ഞാൻ പറയില്ല. കോപ്പി അടിക്കാൻ SSLC-യുടെ കാര്യം ക്ലാസ്സിൽ കോപ്പി. ഇപ്പൊ സാധാരണ ക്രിസ്മസ് എക്സാം, ഓൺ എക്സാമിൽ കോപ്പി അടിക്കരുത് കേട്ടോ. കാരണം എന്റെ പോരായ്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് പറഞ്ഞതാ. അല്ലാതെ നിങ്ങൾ കോപ്പി അടിക്കണത് എനിക്ക് ദേഷ്യമില്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് മാത്രം. ഓക്കെ, അപ്പൊ നല്ലൊരു മെസ്സേജോട് കൂടി നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? പറഞ്ഞോളൂ. ആസ് എ ടീച്ചർ തന്നെ ഒരു മെസ്സേജ് പറയട്ടെ. അതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്. എബോ ആവറേജ് എന്നുള്ളത് 1-2 കുട്ടികൾ മാത്രമാണ്. അപ്പൊ ഇവർക്ക് ആർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്യാൻ പറ്റണം, കാരണം നാളെ നീറ്റും എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു ക്വാളിറ്റി വേണം. പക്ഷെ അതിനുള്ള ട്രെയിനിങ് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തൊട്ടേ കിട്ടണം. ഉടനെ മാറ്റിക്കഴിഞ്ഞാൽ അവരിതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കാണെങ്കിലും പെട്ടെന്നൊരു ചേഞ്ച് വേഗം തന്നെ അക്സെപ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തലറിഞ്ഞു വീഴും. അപ്പോൾ ആ ഒരു കരിക്കുലത്തിൽ മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ നേരത്തെ തന്നെ ക്ലാസ് മുറികളിലും ഈ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ ഇത്രയും ഒരു
ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ SSLC ഫേസ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് നമ്മളൊക്കെ 100% എന്ന് പോകാൻ കിട്ടിയത്, പക്ഷെ ഇപ്പോൾ ഒരു 500% എഫേർട്ട് ഇടേണ്ട ഒരു അവസ്ഥയാണ് മക്കൾക്ക്. എവിടുന്ന് ക്വസ്റ്റ്യൻ വരും എന്നറിയില്ല. നമുക്ക് പണ്ട് അറിയാം നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ആദ്യമായിട്ട് പത്രത്തിലും നമ്മൾ വായിച്ചല്ലോ, ആദ്യമായിട്ടാണ് SSLCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലായി അത്ര ഡിഫിക്കൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവും ആ ഡിഫിക്കൽട്ടീസ് എത്രത്തോളം മനസ്സിലാക്കാനായിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാൻ തരും. ഒരു 5-6 വർഷത്തിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് റെഫർ ചെയ്യാൻ. ഇപ്പൊ പിള്ളേർക്ക് റെഫർ ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. കാരണം ഇക്കൊല്ലമാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിരിക്കുന്നത്, പുസ്തകം മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 10ാം ക്ലാസ്സുകാർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പാസ്സാവും അല്ലേ. അതേപോലെ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് 10A+ വേണം. എൻ്റെ മോൻ്റെ പാഠം പത്രത്തിൽ കാണണം, എൻ്റെ മകളുടെ പാഠം ഫ്ലെക്സ് അടിച്ച് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ ഫ്ലെക്സ് അടിച്ച് കാണണം എന്നുള്ള വാശിയൊന്നും വേണ്ട. അവര് റോബോട്ടല്ല, പിള്ളേരാണ്. അപ്പോൾ അവരുടെ ചൈൽഡ് നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് നശിപ്പിച്ചിട്ട് അവർക്ക് സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. അവർ പഠിച്ചോളും. പിന്നെ പേടിയില്ലാത്ത ഒരു വിഭാഗം മക്കളെടുത്ത് എനിക്ക് കിട്ടും. അതായത് നമ്മൾ എന്ത് പറഞ്ഞാൽ മിസ് എന്ത് മിസ് ഇതെന്താ മിസ് എന്തൊക്കെ എത്ര മക്കളെ പണിയാണ്. ഞാനല്ലാതെ നമ്മളല്ല ഇതിന് കാരണം. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവൻ നന്നായിട്ട് ഹോക്കി കളിക്കും. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, നിനക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, നീ മാർക്ക് ഉണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ആ ഹോക്കി നിനക്ക് ഫ്യൂച്ചർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബ്രദർ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്, പക്ഷെ അവൻ ആ ഫുട്ബോളിലൊക്കെ അവർക്ക് ഫ്യൂച്ചർ ആക്കാനായിട്ട് പറ്റിയില്ല, കാരണം എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നിനക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അത് ഫ്യൂച്ചർ ആക്കണം, നീ മഹാരാജ സ്കൂളിലും കോളേജിൽ പോയിട്ട് സ്റ്റേറ്റും ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി കളിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല മാർക്കുകൾ, പാസ് ആവാനുള്ള മാർക്കുകൾ, ബാക്കി നമുക്ക് സ്പോർട്സ് കോട്ടെ പിടിക്കാം. അപ്പൊ നീ പാസ് ആവണം, നീ പാസ് ആയാലല്ലേ. അങ്ങനെയാ പറയുന്നത്. റിക്വസ്റ്റ് ചെയ്യാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.